നമ്മുടെ സങ്കടം കേൾക്കണമെന്നും നമ്മുടെ വിഷമങ്ങൾ കാണണമെന്നും ആഗ്രഹിച്ചു വരുന്നവരെ നമ്മൾ ഉള്ളാലെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല. നമ്മളെക്കുറിച്ച് സ്വയം അങ്ങ് പുകഴ്ത്തി പറയണം. ഇതിനെ നമ്മൾ നാടൻ ഭാഷയിൽ തള്ളെന്ന് പറയും. നമ്മൾ അങ്ങ് തള്ളി മറിച്ചത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു, കുറച്ച് മുമ്പ് ഞാൻ ഒന്ന് എറണാകുളം വരെ പോയേക്കായിരുന്നു. എനിക്കൊരു പുതിയ കാർ എടുക്കണം. ആ കാറ് ഏതാന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പൊ അവർ ചോദിക്കും ഏത് കാറ്? അവരെ ചോദിക്കുന്നത് ഭയങ്കര ആകാംക്ഷയിലൂടെയാണ് ചോദിക്കുന്നതെങ്കിലും അവരുടെ ഉള്ളിൽ വിഷമമാണ്, ഇവൻ എത്ര ബഡ്ജറ്റുള്ള കാറാണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സന്തോഷത്തോടു കൂടി വളരെ മനോഹരമായി തള്ളി മറിച്ച് നമ്മൾ അവരെ അങ്ങ് വിട്ട്. നിങ്ങളുടെ വിഷമം ആസ്വദിക്കാൻ വന്നവര് അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പിടുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്നതെല്ലാം നിങ്ങൾക്ക് മനക്കണ്ണോടുകൂടി കണ്ട് ചിരിക്കാൻ കഴിയണം. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ പോസിറ്റീവ് ഭാഗങ്ങൾ മാത്രം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ രഹസ്യങ്ങളൊക്കെ വലിയ ആളാവാനാണെങ്കിൽ പോലും മറ്റുള്ളവരോട് പറയാതിരിക്കുക. അപ്പോൾ നമ്മുടെ വിധിയും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ഭാവിയും കൃത്യമാക്കേണ്ടത് നമ്മൾ തന്നെയാണ്.